നല്ല പൂക്കളം പോലെയുള്ളൊരു പലഹാരമാണ് നമ്മുടെ കുമ്പിളിയിലെ അപ്പം. ജോളി സ്പെഷ്യലാണ് ഇന്നത്തെ. അപ്പോൾ എന്തായാലും ഒന്ന് പൊട്ടിച്ച് മധുരം കുറവാണ്. ചക്കയുടെ ടേസ്റ്റ് വരുന്നുണ്ട്, പിന്നെ പട്ടയുടെ ഇലയുടെ ടേസ്റ്റ് ഉണ്ട്, പിന്നെ ഏലക്കായുള്ള പോലെ തോന്നുന്നുണ്ട്. തിന്നാനായിട്ട് നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട്. എന്തൊക്കെയാണ് കൂട്ടിയിട്ടുള്ളത് എന്നുള്ളത്, ഇതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നമ്മുടെ വിശദമായിട്ട് ജോലി പറയും. എനിക്കിന്ന് മനസ്സിലാവും, എല്ലാം അതിൻ്റെ കൂട്ടറിയില്ലേ. ഓക്കെ, എങ്ങനെയുണ്ട്? ഉണ്ടാക്കിയ ആളെ നീ ആയതുകൊണ്ട് നീ നന്നായി എന്നല്ലേ പറയൂ. എന്താണ് അപ്പൊ എന്താണ് ഇതിന്റെ കൂട്ട്? ഒന്നൊന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞേ. ശരിക്കും തുടക്കം തൊട്ട് പറയാം, എന്നാലും ആളുകൾക്ക് അറിയുള്ളൂ. അരിപ്പൊടി, നാളികേരം, ഏലക്കായ, പിന്നെ ചക്ക വരട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ ചക്ക ഉണ്ടെന്ന്, ഏലക്കായുടെ കാര്യം പറഞ്ഞില്ലേ. പിന്നെ നമ്മുടെ വീട്ടിലത്തെ പട്ടയുടെ ഇല കൊണ്ടാണ് കുമ്പിളിയപ്പം ഉണ്ടാക്കിയത്. ചക്ക നമുക്കില്ലാത്ത സമയത്ത് നമുക്ക് ചക്ക വരട്ടി വെച്ചിട്ട് ചക്ക അട ഉണ്ടാക്കാം, ചക്ക പായസം ഉണ്ടാക്കാം, ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കാം, അങ്ങനെ പലതരം വെറൈറ്റികൾ ഉണ്ടാക്കാം. നമുക്ക് ചക്ക ഇല്ലാത്ത സമയത്ത് നമ്മള് ചക്ക കിട്ടണ സമയത്ത് നമ്മളത് വരട്ടി നമ്മള് ഫ്രീസറിൽ വെച്ചേക്കുന്നു. എന്നിട്ട് നമ്മളെ ആവശ്യത്തിന് നമ്മള് ഉണ്ടാക്കണം. അപ്പൊ ജോൺസൺ ഇന്നൊരു ആഗ്രഹം, പട്ടയുടെ ചില്ല വെട്ടിയപ്പോ ആൾക്കൊരു ആഗ്രഹം, ഇതുകൊണ്ടൊരു കുമ്പിളിയപ്പം ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ഞാനെന്ത് ചെയ്തു, ഞാനൊരു കുമ്പിളിയപ്പം ആൾക്ക് ചക്ക വരട്ടി കൊണ്ട് ഉണ്ടാക്കി കൊടുത്തു. നമുക്ക് ഇതിപ്പോൾ ഈ ചക്ക ഇപ്പോൾ കിട്ടാത്ത സമയം എന്ന് പറഞ്ഞല്ലോ, ഇത് നമുക്ക് കടയിൽ വിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റുമോ? അതിനുള്ള പോലെ ഇരിക്കുമോ? കേടുവരാതിരിക്കുമോ? എങ്ങനെയാണ് അതിൻ്റെ പരിപാടി? കേടുവരാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്ക നമ്മൾ നന്നായിട്ട് വെള്ളമില്ലാണ്ട് വരട്ടി വെച്ചാൽ നമ്മളത് ഫ്രീസറിൽ വെക്കണം. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൂപ്പൽ പിടിക്കും, അപ്പൊ നാശാവും. അപ്പൊ നമ്മള് ഫ്രീസറിൽ നന്നായിട്ട് നെയ്യിലെ സാധനം വരട്ടിയതിന് ശേഷം നമ്മളത് ചൂടാറി ചെപ്പിലാക്കി നമ്മൾ ഫ്രീസറിലാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ആ ചക്ക വരട്ടിയത് ഇപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് സാധാരണ നല്ല ഫ്രഷ് ചക്ക വരട്ടിയ പോലെ നമുക്ക് തോന്നും. ഓക്കെ, അപ്പം നമുക്ക് ആലോചിക്കാം, നമ്മളുടെ കടയിൽ ഇപ്പോൾ 34 വർഷമായല്ലോ. ഏതെങ്കിലും സമയത്ത് ഒരു ദിവസം നമുക്ക് വെറൈറ്റി ആയിട്ട് ചക്ക ചക്ക വരട്ടിയ കുമ്പിളിയപ്പം ഏതെങ്കിലും സമയത്ത് നമുക്ക് കടയിൽ കൊടുക്കാനായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ നമ്മളുടെ ജോലിയുടെ വിവരണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് അറിയാവുന്ന കാര്യമായിരിക്കാം. എനിക്കറിയില്ല, മറ്റു പല ആണുങ്ങൾക്ക് അറിയുമായിരിക്കാം. എനിക്ക് ഇത്തരം കാര്യങ്ങൾ അറിയില്ല. എങ്കിലും വിശദമായി ഈ ചക്ക കുമ്പിളിയപ്പം കഴിച്ച് ഞങ്ങൾ സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. നമ്മളെ അതിന് ശേഷം മധുരമില്ലാത്ത ബ്രൂ കാപ്പിയാണ്. നല്ല ചക്കയുടെ ഈ അപ്പം തിന്നിട്ട് മധുരമില്ലാത്ത ബ്രൂ കാപ്പി കഴിയുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് പ്രത്യേകം നന്ദി. ഓക്കെ, ജെ ബിരിയാണി സ്റ്റോഴ്സിൻ്റെ ജോൺസൺ ആൻഡ് ജോളിയുടെ എന്താ പറയുക കുമ്പിളി അപ്പത്തിനെ പറ്റിയുള്ള വിവരണമാണ് നിങ്ങൾ കേട്ടത്. ഓക്കെ.